മക്കളിപ്പോൾ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ അല്ലേ, SLCയിലെ മക്കളെ. അപ്പോൾ ഈ മോഡൽ എക്സാം കഴിയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന കുറേ കൺഫ്യൂഷൻസുകളുണ്ട്. ഒരു ഒന്നാമത്തെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എന്തായിരിക്കും, മോഡൽ എക്സാം ടഫ് ആയതുകൊണ്ട് SLC ഈസി ആവും, SLC ടഫ് ആയതുകൊണ്ട് അല്ലെങ്കിൽ മോഡൽ എക്സാം ഈസി ആയതുകൊണ്ട് SLC ടഫ് ആവും. അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസുകൾ ഉണ്ടായിരിക്കും. ഒരു കാര്യം ആദ്യമേ അറിഞ്ഞേക്കാം, അങ്ങനെ ഒരു നിയമവുമില്ല. വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യം മാത്രമാണ് മോഡൽ എക്സാം ഈസി ആണെങ്കിൽ SLC ടഫ് ആയിരിക്കും, SLC ഈസി നമ്മുടെ മോഡൽ എക്സാം ടഫ് ആണെന്നുണ്ടെങ്കിൽ SLC ഈസി ആയിരിക്കും. അങ്ങനെ ഒരു കാര്യമില്ല എന്നുള്ള ആദ്യത്തെ കാര്യം മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ SLC എക്സാമിന് ചോദിക്കാം. അതെന്താ ചോദിക്കൂല, എന്താ ഉറപ്പ്? കാരണം മോഡൽ എക്സാമിന് വേറെ ഒരു ടീമാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ടായിരിക്കുക, SLCക്ക് വേറെ ടീമാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ടായിരിക്കുക. ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻസും ഇല്ല. അതുകൊണ്ട് തന്നെ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ SLCക്കും ചോദിക്കാം. അതുകൊണ്ട് മക്കൾ കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ ഇരുന്ന് പഠിക്കാം. നിങ്ങൾ ആ മോഡൽ എക്സാം എന്ന് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് അറിയുന്നത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് അറിയാത്തത്, അത് ഇനി എങ്ങനെ പഠിക്കണം, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് മക്കൾക്ക് ടഫായിട്ട് തോന്നുന്നത്, ആ കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ട് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ SLCന് മക്കളെ ഫുൾ A+ വാങ്ങാം.